ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗോവ ഡേ 4. നമ്മൾ ഇപ്പോൾ ഉള്ളത് പത്ന ബീച്ചിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 125 കിലോമീറ്റേഴ്സ് മാറിയിട്ട് വേറൊരു സ്പോട്ടിലേക്ക് ഒരു കിടിലം പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടിയുടെ പേര് വൈൽഡർനെസ് എന്നാണ്. ഒരു ഹില്ലിൻ്റെ മുകളിലായിട്ട് കാട് സംഭവങ്ങളൊക്കെയാണ്. കിടിലം പ്രോപ്പർട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഗസ്റ്റിൻ്റെ ഏരിയയിലേക്ക് പോകണം. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രതീഷ് ചേട്ടൻ ആൻഡ് ജോ ബൈക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാറ് ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി നേരെ ഗസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുക, അവരെല്ലാം ഗേജ് കയറ്റുക, നേരെ വിടുക. ഓ ലാലാൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടണല്ലോ. ആറ്റം പോയി, അവിടെ പാർക്കിംഗ് ഇല്ല. തിരിച്ചിങ്ങാവുന്നത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. അപ്പോൾ ആ കടയിലെ ചേട്ടന് കലിപ്പ്, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 5 മിനിറ്റ് ലഗേജ് ഒന്നും എടുത്ത് കയറ്റാനാണെന്ന് പറഞ്ഞു. ദൂരികൾ എന്ത് പറയാനായിട്ട്. എന്തായാലും ഗസ്റ്റ് റെഡി ആയാൽ നോക്കട്ടെ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 പേര് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് പോകാനുള്ള റൂട്ട് ഇതാണ്. വീണ്ടും ബാക്ക് ടു നോർത്ത്. ആൻഡ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ. എന്തായാലും കൊള്ളാം. 124 കിലോമീറ്റേഴ്സ്. ഇതിൽ ഓൾമോസ്റ്റ് 2.25 മണിക്കൂറാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഒരു 5 മണിക്കൂറാവും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മേളിൽ ഇരുന്ന് കഴിക്കുന്നത്. നമുക്ക് മേളിലേക്ക് പോവാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബാക്കിയുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. ഇനി പ്രതീക്ഷയിട്ട് മാത്രമേ കഴിക്കാനുള്ളൂ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടില്ല. അങ്ങനെ ലഗേജിൽ ഓടിക്കാൻ കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു ബ്രീഫിങ് ഇന്നത്തെ റൈഡിൻ്റെ. ബ്രീഫിങ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നടങ്ങാം. ഇവിടുന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈൽഡർനെസ്സിലേക്ക് പോകുന്നത് ഫുള്ള് വൈൽഡിൽ കൂടിയാണെന്ന് കൊണ്ടാ. ഇറങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഏതാണ്ട് ഫുള്ള് കാട് സെറ്റപ്പ് പോലെ തന്നെ. അങ്ങനെ നൈസായിട്ടൊന്ന് അവർ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അവർ ഒന്ന് ATM കയറി പൈസ എടുക്കാൻ വേണ്ടി. പക്ഷേ കുറച്ചധികം കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയത്. ചെറിയ റോഡായതുകൊണ്ട് നിർത്താനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നേരെ ഇങ്ങാ പോകുന്നു. ഇനി ഓൾമോസ്റ്റ് 94 കിലോമീറ്റേഴ്സ്, 2.25 മണിക്കൂർ കാണിക്കുന്നു. എന്നാലും പയ്യെ പോകുള്ളൂ. ഇനിയിപ്പോൾ അവർ ATM ഇറങ്ങിയിട്ട് വന്ന വഴി ഏതെങ്കിലും ചായക്കടയിലൊക്കെ കയറി പയ്യെ വരുള്ളൂ. അപ്പോൾ അത്രയും നേരം ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. എന്തായാലും ഇപ്പോഴാണ് ഒന്ന് ടൗൺ ഏരിയ എത്തിയിട്ടാ. നേരത്തെ ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടി വന്ന പോലെ ഇരുന്നു. ഒരു മറ്റേ വാൽപ്പാറ റൂട്ടൊക്കെ ഓടിക്കൂലേ, ആ ഒരു ഫീലായിരുന്നു. അവർ വീണ്ടും ആ ജംഗ്ഷനിൽ നിർത്തി. ഗായ്സ്, എന്തിനാണ് നിർത്തിയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും എനിക്കവിടെ നിർത്താൻ പറ്റില്ല. നിർത്താനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ കയറി പോന്നു. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണില്ല. അതിവിടെ സീസൺ ഉണ്ടല്ലോ. ഒരു തണൽ കിട്ടിയുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കളഞ്ഞു പോയവരെ തിരിച്ചു കിട്ടി. എന്തായാലും അടുത്ത് തന്നെ നിർത്തിയത് നന്നായി. കുറേ സ്നാക്സ് മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അല്ല തിരിച്ചു പോകേണ്ടി വന്നു ഇനി സ്നാക്സ് എടുക്കാനായിട്ട്. എന്തായാലും പയ്യെ മൂവ് ചെയ്തു. നമുക്ക് മൂവ് ചെയ്യാം. നമ്മളങ്ങനെ ഏതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ. പാലക്കാട്. അങ്ങനെ നല്ലൊരു ഏരിയ കണ്ടപ്പോഴേക്കാണ് നിർത്തിയേട്ടാ. അങ്ങനെയുണ്ട് ഈ റോഡ്. കലക്കംപറമ്പ്. അവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അവിടെ കുറേ പശുക്കൾ ഇപ്പുണ്ട്. പിന്നെ ഒരു ടീം കുറേ നേരം ഈ കാറിൽ കിടന്ന് അഭ്യാസം കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവിങ് പഠിക്കണതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്റ്റണ്ട് ചെയ്യാനാണോന്നറിയില്ല.
വലിയ സ്ഥലം കൊള്ളാം. നൈസ് പ്ലേസ്. അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഒരു ഡീവിയേഷൻ വന്നതുകൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന റൂട്ടിൽ ഒരു ചെറിയൊരു പാലം പണി. അപ്പോൾ കുറച്ച് കറങ്ങി വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിൽ how do we do that? Where the bridge was here, this one, no? This is only the river, yeah. Directly. So we take this one Yeah, to Charlie, yeah. and then further on. Yeah. Okay. I hope this stays on. One up above us in the canopy on the tree, and I thought it was going to fucking fall on the cliff. അങ്ങനെ ഏതോ റൂട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദൈവത്തിനറിയാം എവിടെ എത്തുമെന്നുള്ളത്. അങ്ങനെ പുതിയ വഴി സൂപ്പർ വഴിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാം ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു ഓടിക്കാനായിട്ട്. ആ ഓക്കെ. ഇവിടുത്തെ കടയിൽ ഒരു കുന്തമില്ല. അപ്പോൾ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ വേറെ കടയുണ്ടെന്ന്. അത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. ആ കാണുന്നതാണ്ട ഷോപ്പ്. ആ പഴയൊരു വീട്. നമ്മ വീണ്ടും ഏതോ കാട്ടി കയറട്ടോ. ഒരു ഗോവ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ചെക്ക് പോസ്റ്റ് തുറന്നിട്ടേക്കണ ഇരുന്ന്. എങ്കിലും ആ ചെക്ക് പോസ്റ്റിനുള്ളിൽ കൂടി നമ്മൾ ഏതൊരു കാട്ടിലോട്ട് കയറി. ഏതൊരു മലമുകളിലാണ് പ്രോപ്പർട്ടി. ഇനി 7 കിലോമീറ്ററുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രോപ്പർട്ടിയിലേക്കായിരിക്കും ഈ റോഡ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കിടില റൂട്ട്. അങ്ങനെ നമ്മൾ വൈൽഡർനെസ്സിൻ്റെ പാർക്കിങ്ങിലെത്തി. എവിടെ ബാക്കിയുള്ളവർ ബാങ്കിട്. അങ്ങനെ പാർക്കിൽ നിന്ന് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ ലഗേജ് എടുക്കാനാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചേ പുള്ളിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ച്. ഫുള്ളി ലഗേജ്. നൈസ്. ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നടന്നല്ല പോകുന്നത്. വി ആർ ഗോയിങ് ഇൻ എ കേബിൾ കാർ. ഇതിലാണ് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. നീ എന്നെ വീഡിയോ എടുക്കാം. നമ്മളപ്പോൾ ഈ കേബിൾ കാറിലാണ്. കേബിൾ കാറിനല്ലല്ലോ പറഞ്ഞത്, കേബിളിലല്ല, Funicular train. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറഞ്ഞേ. Funicular. I think that's what it's Funicular train. Funicular train. ഓക്കെ, ഫ്യൂണിക്കുലർ ട്രെയിൻ. You have this big city. ലഗേജൊക്കെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നു. We are going top of the hill. That's us. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ടീംസ് പോയിക്കൊണ്ടിരിക്കുന്നു. ബൈ. Stay away from the edges. It's a bamboo pole. Why are you watching interesting me? I still don't like it. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ പേടിയിലാണ് ഞങ്ങൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. We'll be all right. Yeah, We'll be all right. What a beautiful way to die. നമ്മളങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Like there's a hole in the wall. Wow, there the water comes out.
Oh, that's how it's supposed to be. It's totally. Because Indian guys, they have no limits. They escalate. Is it the same one or? Yeah. So you got they ended up saying it's fine. Yeah. He had to explain that they were on. Yes, we reached the reception. To get your passports, lads. അങ്ങനെ നമുക്ക് റൂം കിട്ടി. ജൂയി അതാണ് റൂമിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ലഗേജൊക്കെ അവിടെ റിസപ്ഷനിൽ തന്നെ വെച്ച് ഇനി ലഞ്ച് കഴിക്കണം. ലഞ്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഗസ്റ്റ് എല്ലാവരും ആദ്യം പോയി. ഞങ്ങൾ പയ്യെ നടക്കുന്നു. എന്തായാലും പ്രോപ്പർട്ടി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. Sarang, Sasana, okay. What is this? What is this? For making sugarcane juice. ഇവിടെ വന്നപ്പോഴേക്കും ഒരു കോയിൻസിഡൻറ്റ്. ഞാനിട്ടേക്കണത് ക്രീം ഷർട്ടും കാമോ പാൻസുമാണ്. വൈൽഡ് ഡ്രസ്സിൻ്റെ സ്റ്റാഫുകളുടെ യൂണിഫോം ഉണ്ടല്ലോ, കാമോ ഷർട്ടും ക്രീം പാൻസും. ഞാനാണിപ്പോൾ ഒരു ബോസ്. Okay, this is Jay and that is Julie. ഇവിടെ ജോ ആൻഡ് ഇവിടെ നമ്മൾ ജയ് ആൻഡ് ജോ. സോ ഇതാണ് നമ്മുടെ റൂം. ഫ്രണ്ടിൽ 2 കസേര. വാവ്. രാത്രി ഇവിടെ വല്ല മൃഗങ്ങൾ വരുമെന്നാവും. മൃഗങ്ങൾ വന്നിരുന്നെങ്കിൽ നൈസായിരുന്നാണ്. Okay, so this is the bed and nice little bathroom. Wow, I like it. ഭയങ്കര സിമ്പിൾ റൂമാട്ടോ. എ സി ഒന്നുമില്ല. എന്തിനാണ് എ സി? ഇപ്പോൾ നട്ടുച്ച സമയം 3:30. വെയിലെങ്കിൽ ഉണ്ടെങ്കിലും ചൂടുന്ന സാധനമില്ല. അപ്പോൾ ലഗേജൊക്കെ പയ്യെ വരത്തുള്ളൂ. ആ സമയം നമുക്ക് ലഞ്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് കഴിക്കാൻ പോവാം. അവരൊക്കെ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു സൂപ്പർ. ഇത് ഇവിടെ ഒരു ബാർ, ഓപ്പൺ ബാർ. സോറി, ഓക്കെ ഫൈൻ. Welcome drink. What is this? Okay, kokum. Thank you. Wow, super. ഇവിടെ ലഞ്ച് റെഡിയായിരുന്നു. വെജീസ്, സാലഡ്, ലോനാച്ച് തന്നെ പിറ്റോന്നാണല്ലേ. ചട്നി, ദഹി, തൈര്, ബക്കാരി. What is ബക്കാരി? എനിക്കറിയാൻ പാടില്ല. നോൺ സ്പൈസി ഐറ്റംസ്, പ്ലെയിൻ റൈസ്, ഉക്ത ബത്ത്, മസാല ബത്ത്. ഓക്കെ, കൊങ്ങിനിയാണല്ലോ ഈ ചെയ്യുന്നത്. സുറൈബത്ത്. ഓക്കെ, ഇതെല്ലാം കൊങ്ങിനാണ് ഈ ചെയ്യുന്നത്. കൊങ്ങിന് നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. ബേബി കോൺഫ്ലവർ, നൈസ്.
മട്ടൻ മസാല, നൈസ്. ബേസ് പ്ലേറ്റ് ബോക്സ്, പൊളി. പുറത്തും ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ പുറത്തെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് വേറെ ഇല്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന്. വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ ടേബിൾ, ഇൻ ദ ടേബിൾ, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ വെള്ളച്ചാട്ടം കാണാം. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു, റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി. ഇവിടെ ആരെയും കാണുന്നില്ല. എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഇനി. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പൂളുണ്ട്. ആ പൂൾ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. നോക്കട്ടെ. പൂള് കണ്ടാൽ എന്തായാലും നിങ്ങൾ ഞെട്ടും. നോക്കട്ടെ. പ്രതീക്ഷേൻ്റെ എല്ലാവരും ചാടിയിട്ടുണ്ടല്ലേ. അങ്ങനെ ഉണ്ട് പൂള്. പൂളിനുള്ള വ്യൂ എങ്ങനെയുണ്ട്? ഞാനിങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ചേട്ടാ, പൂള് കണ്ടപ്പോൾ എനിക്കും ഒരു കൊതി. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് പൂളിലേക്ക് ഇറങ്ങട്ടെ. അയ്യോ, അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളി കഴിഞ്ഞ് നല്ല തണുപ്പുണ്ട് കേട്ടാ. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഈ പൂളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. വ്യൂ കാണിച്ചു തരാം. നമ്മുടെ ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാർബിക്യൂനുള്ള പരിപാടികൾ ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഗുഡ്. അവരിതിൻ്റെ അകത്തുണ്ടെന്നാ പറഞ്ഞത്. നോക്കാം. ഇവിടെ ഇല്ല, പുറത്തുണ്ടോ? രണ്ട് പേരുണ്ട്. എന്തായാലും എല്ലാവരും വരട്ടെ. കുറച്ച് നേരം നമുക്ക് ചൂട് കായാം. ആ ഓക്കെ ഓക്കെ. അങ്ങനെ രണ്ട് പുതിയ ഐറ്റംസ് ട്രൈ ചെയ്തു. ഇത് ശ്രീകണ്ഠല്ലേ പറഞ്ഞത്. ആൻഡ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പായസം പോലത്തെ ഒരു സംഭവം നമ്മുടെ, പക്ഷേ പായസമല്ല. ഇതിലെന്തൊക്കെ യൂസ് ചെയ്തേക്കുന്നത്? എനി ഐഡിയ? സബുദാന, പരിപ്പ്, കശുവണ്ടി. രണ്ടും ഡെസേർട്ട്സാണ്, സ്വീറ്റാണ്. കൊള്ളാം, എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് കൊങ്ങണി ഫുഡാണെന്ന് തോന്നല്ലേ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു, തിരിച്ച് റൂമിലെത്തി.
ഡിന്നറിൻ്റെ അവിടെ പിന്നെ കഥ പറയാഞ്ഞതേ ഒരുപാട് ഗസ്റ്റുകൾ വേറെ ഉണ്ടായിരുന്നു. ക്യാമറ ആയിട്ട് ചെന്നപ്പോൾ തന്നെ ഒരു വായം പിടിച്ച് തന്നെ നോക്കിക്കൊണ്ടിരുന്നു, എന്ത് പണ്ടാറുണ്ട് കാണിക്കണം അമ്മൻ. അതുകൊണ്ട് അവൻ്റെ വലിയ കഥ പറയാഞ്ഞത്. എന്തായാലും സൂപ്പർ ഡിന്നറായിരുന്നു. കുറച്ച് കൊങ്ങണി ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. പിന്നെന്താ, അപ്പോൾ വൈൽഡർനെസ്സിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.